ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ആദ്യ സമയത്തുണ്ടായ പലയിടത്തും അറ്റ് ദ എൻഡ് അനാലിസിസ് നേരിട്ടുള്ള മത്സരമാണ് നടന്നത്. ആലങ്കാരിക പ്രയോഗങ്ങൾ പോലും നടത്താൻ മടിക്കുന്ന ഒരു കാലത്ത് ധൈര്യപൂർവ്വം നിന്ന് ഒരു ഫൈറ്റർ ഇമേജ് സതീശൻ കാട്ടി. അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ സഹായകരമായിരുന്നു. അമിത്ഷാ ഇവിടെ വന്ന് പറയുന്നു, വെൻ യു ഗെറ്റ് 25% വി ഹാവ് റീച്ച്ഡ് ദ ത്രഷ്-ഹോൾഡ്. 20-ൽ നിന്നും 25 ആക്കുക എന്നത് അപൂർവമൊന്നുമല്ല. അക്ഷരിപാതം പോലെ എല്ലാം വന്ന് പതിച്ചത് മുസ്ലിം ലീഗ് കോൺഗ്രസിന് മേൽ ചെലുത്തിയ അനാവശ്യ സ്വാധീനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണ്? CPM ആണ്. CPM ആണ്. അത് BJP അല്ല, CPM ആണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന് ശേഷം ഇനി ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഓരോ മുന്നണിയുടെയും നേതാക്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. UDF ആണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് പോലും കടന്നിരിക്കുകയാണ്. എന്നാൽ അതിനെ തിരുത്തി കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ അനാവശ്യമാണ്, ജനങ്ങളെ കൊണ്ട് ദോഷം പറയിക്കരുത് എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്. അത് ഒരു വശത്ത് നടക്കുന്നു. ഇടതുപക്ഷത്തിനും വലിയ പ്രതീക്ഷയാണ്. അവരും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു. ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാന സമിതിയിലേക്കൊക്കെ തന്നെ വന്നു കഴിഞ്ഞു. അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് വിലയിരുത്തലുകൾ ഉണ്ടാകും. BJPയുടെ ഭാഗത്തും ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകും. തങ്ങൾ വലിയ രീതിയിലുള്ള നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അത് പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടും ഉണ്ട്. PC ജോർജും ഒപ്പം തന്നെ മകൻ ഷോൺ ജോർജും ഒക്കെ തന്നെ സഭാ നേതൃത്വത്തിൽ ചിലർക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിട്ടുണ്ട്. ചില നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. പരിശോധിക്കാം നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് വോട്ടിങ്ങിന് ശേഷം ഓരോ നേതാക്കളും പറഞ്ഞതിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് മുഖവിലേക്കെടുക്കാം. ഏത് മുന്നണിക്കാണ് ഇപ്പോൾ ഏറ്റവും കോൺഫിഡൻ്റായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടാവുക? നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം 78.24% ആണ്. ഇത് 87-ന് ശേഷമുള്ള ഉയർന്ന പെർസെൻറ്റേജാണ്. പക്ഷേ SIR-ലൂടെ കുറേയേറെ വോട്ട് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിനെ വലിയ കാര്യമായി കണക്കാക്കേണ്ടതില്ല എന്നൊക്കെ തന്നെ ഉള്ള വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. എന്തായാലും വോട്ടിംഗ് കഴിഞ്ഞു. എല്ലാവരും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ നിരീക്ഷണങ്ങളിലും ഒപ്പം തന്നെ വിലയിരുത്തലുകളിലും അല്പം എഡ്ജ് ഉണ്ടാവുക UDF-നാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള ചർച്ചകൾ UDF-ൽ സജീവമായിട്ടുണ്ട്. അത്രയേറെ കോൺഫിഡൻ്റ് ആയിരിക്കും അവർ. ആ ഒരു റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാകണം. മുസ്ലിം ലീഗും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെടില്ല, പക്ഷേ ഞങ്ങൾ അർഹരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രകടനത്തിനനുസരിച്ചുള്ള മുന്നേറ്റം ഓരോ മുന്നണിക്കും പ്രതീക്ഷിക്കാമെന്ന് നേതാക്കൾ പറയുമ്പോഴും റിയലിസ്റ്റിക്കായി ശക്തമായ ആത്മവിശ്വാസം പുലർത്തുവാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് അങ്ങ് കരുതുന്നത്? ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ VD സതീശൻ തുടങ്ങിയ നേതാക്കളുടെ പ്രസ്താവനകളാണ്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ഈ പല സർവേകളും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF-ന് ഒരു മേൽക്കൈ പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മിക്ക മാധ്യമ സ്ഥാപനങ്ങളും നടത്തിയ സർവേകളും നിഗമനങ്ങളും. അതെ, പല നിരീക്ഷകരുടെയും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം നിരീക്ഷകരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അതൊരു തമ്പ് റൂളാണ്. ഏറ്റവും ശാസ്ത്രീയമായ ഒരു കാര്യം അറിയണമെങ്കിൽ എക്സിറ്റ് പോൾ അത് സത്യസന്ധമായി നടത്തിയിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളോട് ചോദിച്ചതിന് ശേഷം അവരുടെ വോട്ടിംഗ് ഇൻറ്റൻഷൻ അത് സ്ട്രക്ചർ ചെയ്ത ചോദ്യങ്ങളും അതിനകത്ത് വളരെ പ്രധാനമാണ്. അങ്ങനെ കൃത്യമായിട്ട് പ്രവചിക്കാൻ ഒരുപക്ഷെ കഴിയും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ എക്സിറ്റ് പോൾ നടത്തി അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു നിലയിലല്ല. ഏറ്റവും നല്ല സൂചന കയ്യിലുള്ളത് മുഖ്യമന്ത്രിക്കായിരിക്കണം. അത് സ്റ്റേറ്റ് ഇൻ്റലിജൻസ് കൃത്യമായ കണക്കുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. വോട്ട് ടേൺ ഔട്ടിനെ കുറിച്ചും ബൂത്ത് തിരിച്ചുള്ള വോട്ട്, അപ്പോൾ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉദ്ദേശിച്ചും എത്ര വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്, ഇൻ്റലിജൻസിൻ്റെ ഒരു മതിപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത്ര ആത്മവിശ്വാസം പൊതുവേ പ്രകടമായി കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷ നേതാക്കൾ സംയമനം പാലിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമിതമായ ഒരു ക്ലെയിമോ ആത്മവിശ്വാസം ഒന്നും തന്നെ കാണുന്നില്ല എന്നും പറയാം. അതെ. 2,
UDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ രീതിയിലുള്ള ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ്, അത് ഒരു വ്യക്തിയുടെ ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ നിന്നാവണം മുഖ്യമന്ത്രി എന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി മത്സരാർത്ഥി കൂടിയായ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുമ്പോൾ അത് VD സതീശന് വേണ്ടിയുള്ളൊരു കുഴലൂത്ത് എന്ന നിലയിലാണ് VD സതീശൻ പക്ഷത്തല്ലാത്ത ചിലരെങ്കിലും, അങ്ങനെയാണ് ലിജുവിന് അത് തിരുത്തേണ്ടി വരുന്നത്. ഒരു ജില്ലയിൽ നിന്നൊരു നേതാവ് വരണമെന്ന് പറയുന്നത് ശരിയല്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കും. രമേശ് ചെന്നിത്തലയും ഉടനെ തന്നെ രംഗത്ത് വരികയും അത് ഹൈക്കമാൻഡിൻ്റെ പ്രൊറോഗറ്റീവാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഹൈക്കമാൻഡ് എക്കാലത്തെയും പോലെ തീരുമാനിക്കും എന്ന് പറയേണ്ടി വന്നു. കെ മുരളീധരൻ അത് വീണ്ടും കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തി, നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഒരു നല്ല മാൻഡേറ്റ് കിട്ടി എന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് ഇവരെല്ലാം പറയുന്നത്. പക്ഷേ വോട്ട് എണ്ണുന്നത് വരെ ഇതൊരു ഊഹക്കണക്ക് മാത്രമാണ്. ജയിച്ചതിന് ശേഷം അല്ലല്ലോ ഈ പറയുന്നത്. ശരിയാണ്. വോട്ട് പെട്ടിയിലിരിക്കുന്നതേ ഉള്ളൂ, സുഖമായി ഉറങ്ങുന്ന വോട്ടുകൾ. അതൊരു വശത്ത്. മറുവശത്ത് CPMൻ്റെ അണികൾ മുൻകാലത്ത് ബൂത്ത് തലത്തിൽ വരെ കണക്കുകൾ കൂട്ടി ഈ ഇലക്ഷൻ കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ, വോട്ടെണ്ണൽ ഉടനെ നടന്നില്ല എങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ കൃത്യമായ കണക്കുകൾ കൊണ്ടുവരും. ഇപ്പോൾ അണികളുടെ രീതികൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അവർ കൊടുക്കാൻ ബൂത്ത് തലത്തിൽ, ജില്ലാ കോൺസ്റ്റിറ്റ്യുവൻസി തലത്തിൽ, ജില്ലാ തലത്തിൽ റിപ്പോർട്ടുകൾ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ട് അനുസരിച്ച് എന്താണ്, മഹാഭൂരിപക്ഷം സീറ്റിലും നല്ല മെജോറിറ്റിയിൽ LDF ജയിക്കും. 16 സീറ്റെങ്കിലും ജയിക്കും. ജയിച്ചത് എത്രയാണ്? 1 സീറ്റ് മാത്രം, ചെറിയ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വലിയ ആത്മവിശ്വാസമാണ് LDF പ്രകടിപ്പിച്ചത്. അപ്പം കണക്ക് കൂട്ടൽ എവിടേക്കോ LDFന് മുൻകാലങ്ങളിൽ കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ വരുമ്പോൾ VD സതീശൻ്റെ കണക്കുകൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലെങ്കിലും ശരി, അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടത്തിയ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഏതാണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി, അതൊക്കെ കോൺഗ്രസിന് തട്ടകങ്ങളാണ്. അത് സതീശൻ ഇഫക്റ്റിൽ മാത്രം ജയിച്ചു എന്ന് പറയാനാവില്ലല്ലോ. പാലക്കാട് ഒരു വലിയ ടെസ്റ്റ് ഡോസ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പേരുദോഷമുണ്ടാക്കി എങ്കിലും പാലക്കാട് വൻപൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ കഴിഞ്ഞു. സതീശൻ്റെ ആത്മവിശ്വാസം ഓരോ തെരഞ്ഞെടുപ്പിലും. ചേലക്കര മാത്രം ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന് നേട്ടം തന്നെയാണ്. ഞാൻ പറയുന്നത്, പ്രവർത്തിച്ചില്ലെങ്കിൽ താൻ എന്തും ചെയ്യും, താൻ രാഷ്ട്രീയ ജീവിതം വരെ അങ്ങ് വിട്ടുകളയും എന്ന് പറയാനുള്ള ഒരു ധൈര്യം സതീശൻ കാട്ടി. താൻ UDF ജയിച്ചില്ല എങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറയാൻ ധൈര്യം കാട്ടിയ 100 സീറ്റ് എന്നുള്ളത് അമിത വിശ്വാസമായിരിക്കും. 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നല്ല, പിന്നീട് ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന നിലയിലാണ് VD സതീശൻ പിന്നീട് തിരുത്തിയത്. ജയിച്ചില്ലെങ്കിൽ പോകും എന്ന് പറഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവും, പിന്നെ പണ്ടൊക്കെ പറയുന്നത് പാതി മീശ പഠിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്നും പറഞ്ഞാൽ ആരെങ്കിലും പാതി മീശ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങൾ പോലും നടത്താൻ മടിക്കുന്ന ഒരു കാലത്ത് ധൈര്യപൂർവ്വം നിന്ന് ഒരു ഫൈറ്റർ ഇമേജ് സതീശൻ കാട്ടി. അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ സഹായകരമായിരുന്നു. സതീശൻ്റെ മാർക്കറ്റ് വാല്യൂവും ഉയരാൻ അതൊരു വലിയ കാരണമാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരും, BJPയുടെ പ്രസ്താവനകളിലേക്ക് വരിക. ഈ BJPയുടെ നേതാക്കളാണല്ലോ അപ്പനും മകനും. പൂഞ്ഞാർ പുലി PC ജോർജ്, അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ഷോൺ ജോർജ്. ഇപ്പം പൂഞ്ഞാറിലും പാലായിലും മത്സരിച്ച അപ്പനും മകനും ഒരു നിരാശയിൽ നിന്നുകൊണ്ടാണോ അതോ വാശിയിൽ നിന്നുകൊണ്ടാണോ ആരെങ്കിലും വഞ്ചിച്ചു എന്നതുകൊണ്ടാണോ, എന്തായാലും ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധികൾ തന്നെ ആയതുകൊണ്ടാണ് അവർക്ക് BJPയിൽ മുന്തിയ സ്ഥാനം ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ നേതൃത്വ ഗുണം കൊണ്ടല്ല, മറിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായി സാമാന്യം തലയെടുപ്പുള്ള ആളുകളെ, അവർ ക്രൈസ്തവരാണെങ്കിൽ കുറച്ചുകൂടി മാന്യമായി പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ പരിഗണിക്കപ്പെട്ട 4 പേരാണല്ലോ. ഒന്ന് അനൂപ് ആൻ്റണി വലിയ മുന്നേറ്റം നടത്തി. തിരുവല്ലയിലെ പ്രചരണത്തിൽ പ്രചണ്ഡമായ പ്രചരണമാണ് തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആൻ്റണി നേടിയെടുത്തത്. അതേപോലെ തന്നെ ഷോൺ ജോർജ് പാലായിൽ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് നന്നായി മുന്നേറിയതാണ്. അതേപോലെ PC ജോർജും തീരെ മോശമാക്കിയില്ല പൂഞ്ഞാറിൽ. അതുപോലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ വലിയ പ്രചരണം നടത്തി. പക്ഷേ വിജയിക്കുമെന്ന പ്രതീക്ഷ അപ്പോഴുമില്ല. 2ാം സ്ഥാനത്തെങ്കിലും വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി വോട്ടെണ്ണിയാൽ മാത്രമേ പറയാൻ പറ്റൂ. കാരണം FCRI അമെൻമെൻറ്റ്
എങ്ങനെയാണ് ബി ജെ പിയെ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് അമിത പ്രതീക്ഷയൊന്നും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവില്ല. എങ്കിലും വളരെ ധൈര്യപൂർവ്വമാണ്. എന്തിന് നരേന്ദ്രമോദി തന്നെ വളരെ ആത്മവിശ്വാസം, ഉയർന്ന പോളിംഗ് ശതമാനം, ഇടതുപക്ഷം യു ഡി എഫ് എൽ ഡി എഫ് ഇത് ജനത്തിന് മടുത്തു. അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ചാൻസ് നൽകാൻ വേണ്ടി ജനങ്ങൾ ധാരധാരയായി വന്ന് വോട്ട് ചെയ്തു എന്ന രീതിയിലാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തെ ധരിപ്പിച്ചത് കൊണ്ടാണോ അതോ അദ്ദേഹത്തിന് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണോ അറിയില്ല. ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഏതായാലും ഭരണത്തിൽ വരും എന്ന ആത്മവിശ്വാസമൊക്കെ ഇപ്പോൾ പ്രകടിപ്പിക്കാനാവില്ലല്ലോ. ഒരുപക്ഷെ ഭാവിയിലേക്ക് കരുതി വെച്ചിരിക്കുന്ന ഊർജ്ജമാവാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 2 ബെഞ്ച് മാർക്കുകളാണ് ബി ജെ പിയുടെ മുമ്പിലുള്ളത്. 3 ബെഞ്ച് മാർക്കാണ്. ഒന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പെർസെൻറ്റേജ്, അത് ഏതാണ് 12%. 13% താഴെയാണ്. അതിനേക്കാൾ കൂടുതലായിരുന്നു 2016 ലഭിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ ലേശം കുറവാണ്. 99ഓളം മണ്ഡലങ്ങളിൽ 2016 കുറവായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്നോർക്കണം. പക്ഷേ അത് നാടകീയമായി ഉയർത്തി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.86%, 20%. അവിടെ തന്നെ 30-ലധികം നിയമസഭാ സെഗ്മെൻറ്റ്, ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 30ഓളം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ, പാലക്കാട് ജില്ല, കാസർഗോഡ് ജില്ല ഉൾപ്പെടെ 30ഓളം മണ്ഡലങ്ങളിൽ 20% അല്ലെങ്കിൽ 30,000-ൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പി നേടിയപ്പോൾ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ് ആയി. അതുകൊണ്ടാണ് ആ സമയത്താണ് മൂന്നാമത്തെ ബെഞ്ച് മാർക്ക്. അമിത്ഷാ ഇവിടെ വന്ന് പറയുന്നു, വെൻ യു ഗെറ്റ് 25% വി ഹാവ് റീച്ച്ഡ് ദ ത്രഷ് ഹോൾഡ്. 20-ൽ നിന്നും 25 ആക്കുക എന്നത് അപൂർവമൊന്നുമല്ല. മഹാരാഷ്ട്രയിൽ സംഭവിച്ചു, ഒറീസയിൽ സംഭവിച്ചു, ബീഹാറിൽ സംഭവിച്ചു, ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ആദ്യകാലങ്ങളിൽ 20% താഴെയായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ. അത് ഉയർത്തി എവിടെയെല്ലാം 20% കടന്നോ അവിടെ എല്ലാം തന്നെ അധികം വൈകാതെ തന്നെ അവർ ഭരണത്തിലെത്തി, ബി ജെ പി ഭരണത്തിലെത്തി എന്നതാണ് കണക്ക്. പക്ഷേ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് രണ്ടിൻ്റെ ഇടയിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സംഭവിച്ചു. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചു. അതുപോലെ കൊല്ലം കോർപ്പറേഷനിലും കോഴിക്കോടും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിച്ചു. പക്ഷേ കേരളത്തിലെ മൊത്തം വോട്ട് ഷെയർ വല്ലാതെ താഴെ പോയി. 5% താഴെ, 15%-ലും താഴെ പോയി. പക്ഷെ ഒരു കാര്യം അപ്പോൾ ബോധ്യമായി, സെലക്ട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, സ്റ്റാർ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അനാവശ്യമായ എല്ലായിടത്തും കാടടച്ച് വെടിവെക്കാൻ നിൽക്കാതെ സ്റ്റാർ മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ ബി ജെ പിക്ക് ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന മട്ടിലായിരുന്നു പിന്നീടുള്ള ചിന്ത. അതനുസരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയതും അതനുസരിച്ച് പ്രവർത്തിച്ചതും. പക്ഷേ ബി ജെ പിയുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾ, സംസ്ഥാന ബി ജെ പിയുടെ കയ്യിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതൊരു നിരാശാജനകമായ കാര്യമായി. അവസാന നിമിഷം ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടായ ഒരു ആക്ഷേപം ഉൾപ്പെടെ, പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നുണ്ടായ വോട്ടിന് നോട്ട്, അത് ആരോപണമാണ്. അത് തെളിയിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ, ആരോപണമാണ്. പക്ഷേ അത് ജനമനസ്സുകളിൽ ആരോപണം തെളിയിച്ച് ഇനി കോടതിയിൽ ചെന്ന് തെളിയിക്കാനൊക്കെ എത്രയോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. അതിന് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ഇതൊക്കെ ചെറിയ പ്രതിരോധം ഉണ്ട്. അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ദീപിക പത്രത്തിനെതിരെയും കത്തോലിക്ക സഭയ്ക്കെതിരെയും മെത്രാന്മാർക്കെതിരെയും ഒക്കെ PC ജോർജ് നടത്തിയ ജൽപ്പനങ്ങളും അതിന് ഷോൺ ജോർജ് നടത്തിയ വിശദീകരണങ്ങളും എല്ലാം തന്നെ അത്ര നല്ലൊരു ഓപ്റ്റിക്സ് അല്ല നൽകുന്നത്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഡെമോഗ്രഫി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ കാര്യമായി പോപ്പുലേഷനിൽ ഉണ്ട്. ഒരു 48, 49, 50% അവരുണ്ട്. 47% ഉണ്ട്. 53% നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷ സമുദായം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് അധികാരം പിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്ന പോലെ ഒരു ഹിന്ദു പാർട്ടി മാത്രമായി നിന്നാൽ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. അതൊരു കോമൺ സെൻസിൻ്റെ ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ പോയതുപോലെ ആവില്ല അധികാരം പിടിക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തന രീതി എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമോ ഇപ്പോൾ? ഉറപ്പായി അങ്ങനെയാണല്ലോ വേണ്ടത്. അതൊരു മാസ് പാർട്ടിയാണ്, എല്ലാവരുടെയും പാർട്ടിയാണ്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഒരു മതപരമായ പരിപ്രേക്ഷ്യമൊന്നും കേരളത്തിൽ ബി ജെ പി കാര്യമായി ഉപയോഗിക്കുന്നതുമില്ല. ബി ജെ പിയുടെ റെട്ടറിക്ക് ഡെവലപ്മെൻറ്റൽ റെട്ടറിക്കാണ്. ഡെവലപ്മെൻറ്റ് വികസനമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ചാണ് അർബൻ എലീറ്റ്സ് വോട്ട് ചെയ്യുന്നു. അർബൻ കോമൺ മാൻ വലിയൊരു മാറ്റം പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യുന്നു. ഗ്രാമീണ മേഖലയിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. കാരണം അത് റീച്ച് ചെയ്യുന്ന ബി ജെ പിയുടെ പ്രചരണ സംവിധാനം റീച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി
അർബൻ ഒരു പോപ്പുലേഷനിലേക്കാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇവിടെ ജൈവികമായ വളർച്ചയുമുണ്ട്. തൃശ്ശൂർ പോലെയൊരു സ്ഥലം, കോഴിക്കോട് പോലെയൊരു സ്ഥലം ഒക്കെ BJPക്ക് വളർച്ച ഉണ്ട്. പിന്നെ ട്രഡീഷണൽ ബേസ്ഡാണ്, കർണാടക സ്വാധീനമൊക്കെയുള്ള സ്ഥലമാണ് മഞ്ചേശ്വരം. അപ്പോൾ അവിടെയൊക്കെയുള്ള നേട്ടം. പക്ഷേ ഇതിനെ ഒരു പാൻ കേരള അടിസ്ഥാനത്തിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ BJP കാര്യമായ സാന്നിധ്യമില്ലായിരുന്നു. കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും. അങ്ങനെയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. ഇവിടെയൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിന് ഭൂരിപക്ഷമില്ല. കോട്ടയം ജില്ലയിൽ പോലും ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ 40% ഹിന്ദു സമൂഹം തന്നെയാണ്. മലപ്പുറം ഒഴിച്ച് മറ്റെല്ലാ ജില്ലയിലും ഭൂരിപക്ഷം ആളുകളും ഹൈന്ദവരാണ്. 50% കൂടുതൽ മിക്കയിടത്തും ഹൈന്ദവരാണ്. അല്ലെങ്കിൽ 40%, 45%. ചെറിയ തെക്കൻ ജില്ലകളിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ ചെറുതാണ്. മലബാറിൽ മുസ്ലിം പോപ്പുലേഷൻ വലുതാണ്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് സ്പ്രെഡ് അനുസരിച്ച് കൃത്യമായി 80-85% ഹിന്ദു വോട്ടുള്ള അപൂർവ മണ്ഡലങ്ങളിൽ മാത്രമേ BJPക്ക് ആ രീതിയിൽ പ്രഭാവം ചെലുത്താനാവൂ. അവിടെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണ്? CPM ആണ്. അത് BJP അല്ല, CPM ആണ്. നിസ്സംശയം പറയാം ഇപ്പോഴത്തെ നിലയിൽ. അങ്ങനെയെങ്കിൽ CPMൻ്റെ ഹിന്ദു വോട്ട് ബേസിൽ നിന്നും ചില വിഭാഗങ്ങളെ ചെറിയ തോതിലെങ്കിലും അടർത്തിയെടുക്കുക എന്നതാണ് ആദ്യ ലെവൽ. അത് ഭംഗിയായി BJP ചെയ്തു കഴിഞ്ഞു. ചില ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്കൊരു സൂചനയാണെങ്കിൽ 2024 ആറ്റിങ്ങൽ മണ്ഡലം, കൊല്ലം മണ്ഡലം, പിന്നെ ആലപ്പുഴ മണ്ഡലം, ഇതൊക്കെ വൻതോതിലാണ് BJP വോട്ട് വർധന നടത്തിയത്. അതെല്ലാം ഇടതുപക്ഷ വോട്ടുകളാണ് മിക്കതും. ഈഴവ സമുദായത്തിൻ്റെ വോട്ടാണ് കൂടുതലും. സർ, വേറൊരു കണക്ക് രസകരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, കൃത്യമായി ഉള്ള സർക്കാർ രേഖകൾ പരിശോധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നായർ വോട്ടുകൾ BJP സ്വന്തമാക്കി. അതെ, നായർ വിഭാഗത്തിന് 30% വോട്ടുകൾ ഇപ്പോൾ അവരിലേക്കാണ് പോകുന്നത്. അപ്പോൾ NSSന് അതിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള മറ്റൊരു ചോദ്യം, അതിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ സമുദായ സംഘടനകൾ പറയുന്നത് പോലെയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് സാധാരണ മലയാളി പറയും. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് BJPയുടെ വളർച്ച എന്ന് നമുക്ക് ആ കണക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനുശേഷമുണ്ടായ ഒഴുക്ക് ഈഴവ വോട്ടുകളുടെ ഒഴുക്കാണ്. അവിടെ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ SNDP നേതൃത്വം അതിന് ഒപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നതെന്ന് തോന്നുന്നു. ടാക്ടിക്കൽ. അതെ. അപ്പോൾ ഇങ്ങനെ ഇഴവ വോട്ടുകൾ, നായർ വോട്ടുകൾ വരുന്നു. മറ്റ് ബാക്ക്വേർഡ് കാസ്റ്റുകളുടെ വോട്ടുകളും പിന്നീട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ചു UDFൻ്റെ വോട്ടാണ് പിടിക്കുന്നതെന്ന്. കണക്കുകൾ നോക്കുമ്പോൾ UDFൻ്റേത് മാത്രമല്ല LDFൻ്റെ വോട്ടും പിടിക്കുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ പിന്നീട് കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് LDFിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവരുടെ ഈ ജാതി സമവാക്യങ്ങൾ തെറ്റിക്കുന്ന രീതിയിൽ, അതായത് LDFൻ്റെയും UDFൻ്റെയും ജാതി സമവാക്യങ്ങൾ തെറ്റിക്കുന്ന രീതിയിലേക്ക് അവർ വളരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലേക്ക് എത്രത്തോളം അവർക്ക് കടന്നു കയറാൻ സാധിക്കും, അവരെ എത്രത്തോളം ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ കേരളത്തിൻ്റെ ഡെമോഗ്രഫി വെച്ച്, കേരളത്തിൻ്റെ കൾച്ചർ വെച്ച് വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് തോന്നുന്നു. മുസ്ലിം സമുദായത്തിലേക്ക് ആഴത്തിൽ വേര് ഓടിക്കാൻ BJPക്ക് കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ സാധിക്കില്ല. പക്ഷേ ഉത്തർപ്രദേശിലും ബീഹാറിലും ഉൾപ്പെടെ മുസ്ലിം ഭൂരിപക്ഷ നിയമസഭാ സെഗ്മെൻറ്റിൽ മഹാഭൂരിപക്ഷവും BJPയാണ് ജയിച്ചത് നോക്കണം. അതെ. അപ്പം അവിടെ സാധിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു ചോദ്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് കൂടുതലായി BJPക്ക് അവിടെയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം ഈ മുത്തലാഖ് നിരോധിച്ചതും അത് ഒരുപാട് കാര്യങ്ങൾ ഈ BJP മുന്നോട്ട് കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കൺസർവേറ്റീവ് വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ മുസ്ലിം ജനസാമാന്യത്തിന് പൊതുവെ അല്ലെങ്കിൽ ജെൻഡർ ബാലൻസ് നിലനിർത്താൻ അനുയോജ്യമായ കാര്യങ്ങളായിരുന്നു. അതെ. പക്ഷേ അതേ കുറിക്കുന്ന ഈ നറേറ്റീവ് പോകുന്നത് എങ്ങനെയാണ്? ഒരു മെയിൽ ഡോമിനൻ്റ് ഒരു നറേറ്റീവാണ് സമുദായത്തിൽ കൂടുതലും റീച്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മാധ്യമങ്ങളിലൂടെ വെളിയിൽ വരുന്നതും. അതുകൊണ്ടാണ് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ മുസ്ലിം MLAമാർ എന്തുകൊണ്ട് BJPക്ക് ഇല്ല? ന്യായമായ ചോദ്യമാണ്. അതെ. ഈ ഒരു കാര്യം നമുക്കൊരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിച്ചാൽ എല്ലാം വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കാം. പക്ഷം പിടിക്കാതെ സംസാരിച്ചാൽ there is no Muslim MP from BJP. There is no single Muslim MLA from BJP. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിന്നും BJP ജയിച്ചു വന്നുവെന്ന് ശരിയാണ്. പക്ഷേ മുസ്ലിം MLAമാരോ MPമാരോ എന്തുകൊണ്ട് ഉണ്ടാകാതെ പോയി? ന്യായമായ ചോദ്യമല്ലേ? അതെ. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒന്നും പറയണ്ട, എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കണം. മന്ത്രിസഭയിൽ എടുക്കാൻ മുസ്ലിമില്ല. പരമാവധി ചെയ്യാനൊക്കുന്നത് ഇപ്പോൾ ഷാനവാസ് ഹുസൈനെയോ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ഒരു അക്കോമഡേഷനാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് മന്ത്രിയോ MLA ഒന്നും ആക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ജനറൽ സപ്പോർട്ട് ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാകുന്നില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസി തരത്തിൽ ഈ MIM മുസ്ലിം മജ്ലിസ് ഇന്തിഹാദ്, അപ്പം MIMൻ്റെ സ്ഥാനാർത്ഥികൾ
ഒവൈസിയുടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി നിൽക്കുന്നു. ദേ ആക്ട് ആസ് വോട്ട് കട്ടേഴ്സ്. മുസ്ലിം വോട്ടാണ് പിടിക്കുന്നത്. സമാജ്വാദി പാർട്ടി മുസ്ലിം വോട്ട് പിടിക്കുന്നു. ചിലയിടത്ത് കോൺഗ്രസ് മത്സര രംഗത്തുണ്ട്. ഇപ്പോൾ BJPയുടെ ഹിന്ദു കാൻഡിഡേറ്റ് ജയിച്ചു പോകുന്നു. അങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ പലയിടത്തും ഏകോപനമില്ലാതെ BJP വിരുദ്ധമായ മുസ്ലിം വോട്ടുകൾ പലയിടത്തേക്കായിട്ട് ചിതറുന്നത് കൊണ്ടാണ്. കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പലയിടത്തും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K. സുരേന്ദ്രൻ എന്ന BJP നേതാവ് പരാജയപ്പെടുന്ന നിസ്സാര വോട്ടുകൾക്ക് 2016 കേവലം 89 വോട്ടിന് പരാജയപ്പെടുന്നത്. 2021 745 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അതിനർത്ഥം എന്താണ്? CPM വോട്ട് മറിച്ചു എന്നത് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ UDF കാൻഡിഡേറ്റിന് അനുകൂലമായി മുസ്ലിം സാമാന്യത്തിൻ്റെ, അത് CPM ബന്ധമുള്ള ആളുകൾ ഉൾപ്പെടെ വോട്ട് ചെയ്തു ഒരു BJPക്കാരൻ ജയിക്കാതിരിക്കാൻ എന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ടാക്ടിക്കൽ വോട്ടിംഗ് കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് 27% വോട്ടുണ്ട്. ജനസാമാന്യം, ജനസംഖ്യ അത്രയുമാണ്. അതിൽ കാര്യമായ ഒരു വോട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല. ക്രിസ്ത്യൻ സമുദായത്തിന് 18%, പിന്നെ പേരാണുള്ളത്. അതിൽ എല്ലാവരുടെയും വോട്ടൊന്നും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ ഒന്നും വലിയ വോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. പിന്നുള്ളത് ഈ മധ്യ കേരളത്തിലെ ചില മാർത്തോമ, CSI അല്ലെങ്കിൽ ഓർത്തഡോക്സ്, ജേക്കബൈറ്റ്, കാൽഡിയൻ, തൃശ്ശൂരൊക്കെയുള്ള കാൽഡിയൻ ആ വിഭാഗങ്ങളുടെയൊക്കെ ചെറിയ നമ്പർ വോട്ടാണ്. അത് മാർജിനലാണ്, പക്ഷേ അതൊരു ഗുഡ് വിൽ ഫാക്ടറാണ്. അതുകൊണ്ടാണ് നിരന്തരമായി ബിഷപ്പുമാരെ കാണാൻ ക്രിസ്തുമസ് നയതന്ത്രം, ഈസ്റ്റർ നയതന്ത്രം, കേക്ക് നയതന്ത്രം, വൈൻ നയതന്ത്രം, പല പേരുകളിൽ അറിയപ്പെടുന്ന നയതന്ത്രങ്ങൾ ഒരു പൊടിപൂരമായിരുന്നു. ഓരോ നയതന്ത്രവും കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് ചെറിയൊരു സംഭവത്തിൽ ഈ സപ്പോർട്ട് മുഴുവൻ ഒലിച്ചു പോകുന്നത്. ഇപ്പോഴിതാ FCRA വന്നിരിക്കുന്നു. വലിയ ഒരു ആണിയാണ്, അത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ആണിയാണ്. പക്ഷേ ചിലരൊക്കെ പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സംസാരിച്ചപ്പോൾ, ഞാൻ തിരുവല്ലയിലെ വോട്ടറാണ്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്, വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പറഞ്ഞത് അവിടെ ആദ്യം പറഞ്ഞു, സാർ നേരത്തെ പറഞ്ഞതുപോലെ അനൂപ് ആൻ്റണിയുടെ വളരെ ശക്തമായ മുന്നേറ്റത്തെക്കുറിച്ച് പറഞ്ഞു. വീട് കയറി വോട്ട് ചോദിച്ച ആൾക്കാരോട് വളരെ ഹൃദ്യമായ രീതിയിൽ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ അനൂപ് ആൻ്റണിയാണ്. ഉറപ്പായി അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ FCRA അവിടെ ഏത് തരത്തിൽ പ്രതിഫലിക്കുക? ഒരു അനൂപ് ആൻ്റണിയെ അകറ്റി നിർത്തില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ FCRA ഇതൊക്കെ സഭാ നേതൃത്വത്തിലിരിക്കുന്നവരെ കൂടുതൽ കൺസേൺ ചെയ്യിക്കുന്ന വിഷയമാണ്, സാധാരണക്കാർക്ക് അതൊന്നും അറിയില്ലെന്നേ എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. വിദേശത്തു നിന്ന് പണം വരുമ്പോൾ അതിൻ്റെ കണക്ക് കാണിക്കുക എന്ന് പറയുന്നത്, അദ്ദേഹം ചില ഉദാഹരണ സഹിതം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ കുറേയേറെ പേർ ഈ വിഷയത്തെ സമീപിക്കാൻ സാധ്യതയില്ലേ എന്നൊരു തോട്ട് എനിക്കുണ്ട്. എനിക്കറിയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തിരുവല്ലയിൽ ദീർഘകാലം ജീവിച്ചിട്ടുള്ള ഒരാളാണ്, ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സ്പന്ദനങ്ങൾ അറിയാം. ഈ ഓർത്തഡോക്സ്, ജേക്കബൈറ്റ്, മാർത്തോമ വിഭാഗങ്ങളിലൊന്നും പള്ളികളിൽ പൊതുവെ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ മെത്രാന്മാരോ അച്ഛന്മാരോ ഈ കുഞ്ഞാടുകളെ വിളിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്നും പറയാറില്ല. അതൊരു രീതി ശാസ്ത്രമൊന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞ് ആരെങ്കിലും വോട്ട് ചെയ്താൽ ചെയ്തു എന്നേ ഉള്ളൂ. കത്തോലിക്ക സമൂഹത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ, അതും നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും, അതാണ് ഷോൺ ജോർജും PC ജോർജും ഒക്കെ വയലൻ്റായി പ്രതികരിച്ചതിൻ്റെ കാരണം. ചിലർ നമുക്കെതിരെ പ്രവർത്തിച്ചു, ചിലർ. അപ്പം നമുക്ക് ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ചില ശക്തികൾ, നമ്മൾ ചില ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ചില ശക്തികളെ ചില പ്രത്യേക കാരണങ്ങളാൽ ഒഴിവാക്കി നമുക്ക് സ്വീകാര്യരായ ആളുകളെ തിരഞ്ഞെടുക്കണം. ആരാണ് സ്വീകാര്യൻ എന്ന് പറയാതെ വ്യംഗ്യമായി പറയുന്നത് ഇമ്പാക്റ്റ് ഉണ്ട്. അതൊക്കെ യാഥാർത്ഥ്യം നമ്മളിപ്പോൾ തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊക്കെ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ FCRA വന്ന സമയം വളരെ മോശപ്പെട്ടൊരു സമയമാണ്. തെരഞ്ഞെടുപ്പ് 2 ആഴ്ച മുൻപ് വന്നത്. ഡാമേജ് കൺട്രോളിനുള്ള സമയമൊന്നും ഇല്ലാതെ പോയി. തൽക്കാലത്തേക്ക് ഷെൽഫ് ചെയ്തു. വീണ്ടും അത് വരും. വേണ്ടത് വെച്ചില്ലല്ലോ. വേണ്ടത് വെച്ചിരുന്നെങ്കിൽ അത് ഓക്കെ, പക്ഷേ വീണ്ടും വരും. പക്ഷേ ഇതൊരു വിലപേശലിന് വേണ്ടി ക്രിസ്ത്യൻ ബിഷപ്പുമാരും അല്ലെങ്കിൽ വ്യംഗ്യമായി ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത് വിലപേശലിന് വേണ്ടി ക്രിസ്ത്യൻ സമുദായവുമായി, നിങ്ങൾ യു ബെറ്റർ വോട്ട് ഫോർ അസ്, അതർവൈസ് യു വിൽ സഫർ. ഇതൊരു തരം വെയിൽഡ് ത്രെട്ടാണ്. ആ ത്രെട്ട് ഒരു പക്ഷേ യാതൊരു രീതിയിലും അനുവദിക്കാനാവാത്ത ഒരു ത്രെട്ടാണ് എന്നാണ് പൊതുവേ പലരും വിത്തിൻ കൊട്ടേഷൻ സഭാസ്നേഹികൾ ചിന്തിച്ചത്. അതൊരു ഫാക്ടറാണ്. അതൊരു BJPക്ക് ഈ ഒഴിവാക്കാമായിരുന്ന കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന 2-3 ഫാക്ടേഴ്സ് ഉണ്ട് BJPക്ക് ഒഴിവാക്കാമായിരുന്നതും. ഈ BJP ഒരു വയബിളായ ഓൾട്ടർനേറ്റീവായി വരേണ്ടതുണ്ട്. ഈ 2
ടു ഹോഴ്സ് റേസ് യഥാർത്ഥത്തിൽ ജനത്തിന് മടുത്തിട്ടുണ്ട്. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആത്മാർത്ഥമായി അവർക്ക് പാർക്ക് ചെയ്യാനൊരു വയബിൾ ലോട്ട് വേണം. അതുണ്ടാവണമെങ്കിൽ ഇപ്പം ഒരു കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി വർഗീയമായ ഒരു പ്രചരണവും കാര്യമായി നടത്തുന്നില്ല. അത് നിസ്സംശയം പറയാം, അതല്ല വിഷയം. പക്ഷേ ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭ കൊടുത്തു. ജനം കണ്ടറിഞ്ഞ് നഗരസഭയിൽ മാൻഡേറ്റ് കൊടുത്തു. അപ്പം ന്യായമായി വിചാരിക്കുന്നത് എന്താണ്? ഡബിൾ എഞ്ചിൻ്റെ ബെനിഫിറ്റ് കിട്ടും, ഉടനടി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഉടനടി മോദിയുടെ സന്ദർശനമുണ്ടായി, കൃത്യസമയത്തിന് 40 ദിവസത്തിനുള്ളിൽ സന്ദർശനമുണ്ടായി. പക്ഷേ ഹി കെയിം എംപ്റ്റി ഹാൻഡഡ്, വെൻ ബാക്ക് വിത്തൗട്ട് മേക്കിംഗ് മച്ച് ഓഫ് ഇമ്പാക്ട്. പക്ഷേ അത് നേരെ മറിച്ചായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ചില പ്രയോജനങ്ങൾ പ്രാദേശികമായിട്ടെങ്കിലും കിട്ടും. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഗോപി ഇങ്ങെടുത്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ കിംസ് വരാൻ സാധ്യതയുള്ള പല ഇടങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. അപ്പോൾ പ്രതീകാത്മകമായിട്ടെങ്കിലും എയിംസ് നൽകാൻ തൃശ്ശൂർ എയിംസ് നൽകാമായിരുന്നു. ഇതൊരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ പ്രാവർത്തികമായി വരുമ്പോൾ ഒരുപാട് വർഷങ്ങളെടുക്കും. പക്ഷേ ഇതൊന്നും സാധിക്കാതെ വരുമ്പോൾ ഗോപി പറഞ്ഞത് ഗോപി വരയ്ക്കുന്നതിന് തുല്യമായില്ലേ? ഇതിപ്പം അതൊക്കെ ഒരു സൈലൻ്റായി വർക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പക്ഷേ നമുക്കറിയാം ഇത് അത്ര ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. ഉടനെ തന്നെ തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കി. അപ്പോൾ ഒരു അനാവശ്യമായ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോയത്. ബഡ്ജറ്റ് വരുമ്പോൾ വലിയ ഒരു പാക്കേജ് പ്രതീക്ഷിച്ചു, കേരളത്തിനൊന്നും ലഭിച്ചില്ല. നമ്മൾ ഭംഗിയാന്തരേണ പറയും ആമ മുട്ടയാണ് ലഭിച്ചത് എന്ന് പറയും. പക്ഷേ തമിഴ്നാടിന് ലഭിച്ചില്ല, ബംഗാളിനും കൊടുത്തില്ല, ആസാമിനും കൊടുത്തില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ കേരളത്തിന് മാത്രം പരിഭവിക്കാനാവില്ല. എങ്കിലും കേരളത്തിൻ്റെ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. അപ്പം നെഗറ്റീവായ അങ്ങനെ ഒരു ഫാക്ടർ വന്നു. അതോടൊപ്പം FCRAയുടെ വിഷയം വന്നു. പിന്നെ 2020 പോലെ ഒരു സഖ്യകക്ഷിക്ക് അവസാന നിമിഷമുള്ള സഖ്യകക്ഷിക്ക് 19 സീറ്റുകൾ വീതിച്ചു കൊടുക്കുമ്പോൾ എന്താണ് മനുഷ്യൻ ജയിക്കാവുന്ന സീറ്റുകൾ ഉൾപ്പെടെയാണ് വിജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും വരാവുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ വളരെ ദുർബലമായ പേര് കേട്ടിട്ടില്ലാത്ത സ്ഥാനാർത്ഥികൾ. അത് ഒരു വലിയ മോശം സ്ട്രാറ്റജിയാണ്. ആ ഒരു സ്ട്രാറ്റജി നോക്കുമ്പോൾ വിജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്ന, തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന, തങ്ങളുടെ ടാലി ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ മത്സരിക്കുന്ന ഒരു കക്ഷിക്ക് എന്തിനു വോട്ട് ചെയ്യണം? ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന, കേരളം ഭരിക്കാൻ ആഗ്രഹിക്കുന്ന UDFനോ LDFനോ വോട്ട് ചെയ്യാം എന്നൊരു ചിന്ത അവസാന നിമിഷം വരും. ഇതൊക്കെ വോട്ടിങ്ങിന് ആദ്യ സമയത്ത് വലിയ പ്രതീക്ഷകളുണ്ടാവും. ശരിയാണ്. ത്രികോണ മത്സരത്തിന് പ്രതീക്ഷ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ ഒരു സാഹസം നടത്തുകയാണ് ഈ പ്രസ്താവനയിലൂടെ. പലരും അതിനെ തെറ്റ്, ഒരുപക്ഷെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് വിരുദ്ധമായ കമൻറ്റുകൾ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. കേരളത്തിൽ 100% ജെനുവിൻ ത്രികോണ മത്സരം ഒരിടത്തും നടന്നിട്ടില്ല. അത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ആദ്യ സമയത്തുണ്ടായ പലയിടത്തും അറ്റ് ദ എൻഡ് അനാലിസിസ് നേരിട്ടുള്ള മത്സരമാണ് നടന്നത്. ഏതെങ്കിലും ഒരു കക്ഷി സ്വാഭാവികമായി പിന്നണിയിലേക്ക് പോയി. തിരുവനന്തപുരത്തെ 3 പ്രബല മണ്ഡലങ്ങൾ എടുക്കുക. വട്ടിയൂർക്കാവ്, അവിടെ BJPക്ക് നല്ല വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. ശ്രീലേഖ IPS മത്സരിക്കുന്നു. K മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു, UDF. അതുപോലെ പ്രശാന്ത്, ഈ മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞ് വളരെ ജനകീയനായ ഒരു മേയറായിരുന്നു അദ്ദേഹം. വളരെ ജനകീയനായ ആളാണ്, MLA എന്നുള്ള നിലയിലും അദ്ദേഹം മത്സരിക്കുന്നു. ത്രികോണത്തിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ UDF വേഴ്സസ് LDF എന്ന നിലയിലേക്ക് വന്നു. നേമത്ത് 3 കാൻഡിഡേറ്റ്സ്, അത്യുഗ്രൻ മത്സരത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ മത്സരിച്ചപ്പോഴും അത്യുഗ്രൻ മത്സരം എന്നല്ലേ വിചാരിച്ചത്? എന്താ സംഭവിച്ചത്? പ്രതീതി ജനിച്ചെങ്കിലും മുരളീധരൻ 33,000 വോട്ടാണ് കിട്ടിയത്. പക്ഷേ അതൊന്നും ഒരു ത്രഷോൾഡിൽ വരുന്നില്ല. 40,000-ൽ കൂടുതൽ 50,000-ഓളം വോട്ട് കിട്ടിയെങ്കിലേ അതൊരു ത്രഷോൾഡ് വരുന്നുള്ളൂ. ഇപ്രാവശ്യം ശബരിനാഥനാണ് അവിടെ ആ കോൺഗ്രസ് കാൻഡിഡേറ്റ്. ശബരിനാഥൻ നല്ല കാൻഡിഡേറ്റാണ്, പിന്നാക്കം പോയി. വി ശിവൻകുട്ടി CPM വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ, സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് BJP. നേരിട്ടുള്ള മത്സരത്തിൻ്റെ പ്രതീതിയാണ് വരുന്നത്. ഇനിയും കഴക്കൂട്ടത്തേക്ക് പോകും. കഴക്കൂട്ടത്ത് എന്താ സംഭവിച്ചത്? 3 പേരാണ് മത്സരിക്കുന്നത്. ഈ സംസ്ഥാന മുൻ മന്ത്രിയും ശബരിമല വിവാദത്തിൽ ആരോപണ വിധേയനായ ആളുമായ കടകംപള്ളി സുരേന്ദ്രൻ, നിലവിലുള്ള MLA, അദ്ദേഹത്തിനെതിരെ BJPയിൽ നിന്ന് മത്സരിക്കുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. കോൺഗ്രസ് നിർത്തിയതൊരു പഴയ പടക്കുതിരയാണ് അല്ലേ, ശരത്ചന്ദ്ര പ്രസാദ്. അപ്പം 3 പേരും അറിയപ്പെടുന്ന ആളുകളാണ്, സംശയമേ ഇല്ല. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിന് കാര്യമായ ചില സർവേകളൊക്കെ ശരത്ചന്ദ്ര പ്രസാദ് എന്നൊക്കെ പറയുന്നുവെങ്കിലും
അതാരും വിശ്വസിക്കാൻ സാധ്യതയില്ല. BJP വേഴ്സസ് CPM ഡയറക്റ്റ് ഫൈറ്റ് എന്ന പ്രതീതിയാണ് വരുന്നത്. ഇനി പാലക്കാട്ടേക്ക് പോകും. പാലക്കാട് ഇടതുപക്ഷം വലിയ പ്രതീക്ഷയോടെ NMR റസാക്കിനെ മത്സരിപ്പിക്കുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനും പിഷാരടിയും UDFൻ്റെ കോൺഗ്രസിൻ്റെ രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലല്ലേ യഥാർത്ഥ മത്സരം? എ ക്ലാസ് മണ്ഡലമല്ലേ അത്? സുരേന്ദ്രനും പിന്നെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും അതുപോലെ പിന്നെ അഷ്റഫും തമ്മിലല്ലേ മത്സരം? UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ അഷ്റഫും LDF സ്ഥാനാർത്ഥിയുടെ പേര് പോലും കാര്യമായി ഇവിടെങ്ങും മറിച്ച് ആ മണ്ഡലത്തിന് പുറത്ത് ചർച്ച ചെയ്യുന്നില്ലെന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ത്രികോണം എന്നങ്ങ് പറഞ്ഞു പോവുകയല്ലേ? 3 പേർക്കും ഒരുപോലെ ജയിക്കാൻ 2 പേർക്ക് നല്ല സാധ്യതയുണ്ട്. 3 പേർക്കും ഒരുപോലെ വിജയം എങ്ങനെയും മാറി മറിയാം എന്ന നിലയിൽ ഏതെങ്കിലും സീറ്റിലുണ്ടായിരുന്നെങ്കിൽ അത് തൃശ്ശൂർ ലോക്സഭാ സീറ്റാണ്. അവിടെ പോലും ഈ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് 2024 BJPക്ക് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതും കൃത്യം ത്രികോണമായിരുന്നെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ ഒരിടത്തും ആ രീതിയിൽ നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് ത്രികോണത്തിൻ്റെ സംസ്ഥാന തലത്തിൽ ത്രികോണത്തിൻ്റെ പ്രതീതി ജനിച്ചിട്ടുണ്ട്, സത്യം. പക്ഷേ മണ്ഡലത്തിൽ അവസാന നിമിഷങ്ങളിൽ വന്നപ്പോൾ കണ്ടത് ഏതാണ്ട് ഡയറക്റ്റ് ത്രികോണമുണ്ട്. 3-ാം സ്ഥാനത്ത് വരുന്നയാൾ വളരെ പിന്നിലാണ്. അപ്പോൾ അതാണ് സത്യം. ചാത്തന്നൂർ മണ്ഡലം ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP വേഴ്സസ് ലെഫ്റ്റ് കോൺഗ്രസ് കാൻഡിഡേറ്റ് ഏറെ പിന്നിൽ പോയി, അല്ലെങ്കിൽ UDF കാൻഡിഡേറ്റ് ഏറെ പിന്നിൽ പോയിരിക്കുന്നു. അവിടെ BJP വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ BJPയെ പരാജയപ്പെടുത്താൻ പല രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾ ഏത് സ്ഥാനാർത്ഥിയാണ്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണോ LDFൻ്റെ സ്ഥാനാർത്ഥിയാണോ BJPയെ പരാജയപ്പെടുത്താൻ ഏറ്റവും സാധ്യത, അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബാറ്റിൽ വലിയ യുദ്ധത്തിനിടയിൽ പല ബാറ്റിൽ ഫീൽഡുകളുണ്ട്. അവിടെ എല്ലാം മൾട്ടിപ്പിൾ ഫോർമേഷനാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നിഷ്പക്ഷമായി ഇതിനെ കാണുന്നത്. ഒറ്റ ഫോർമേഷൻ അല്ല, പല സ്ഥലത്തും മൾട്ടിപ്പിൾ ഫോർമേഷൻ, മണ്ഡലത്തിനനുസരിച്ചുള്ള. അല്ലാതെ ഈ നമ്മളൊരു കൊട്ടത്താപൻ എല്ലാം കൂടെ ചേർത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ UDFന് എതിരെ വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ലീഗിൻ്റെ അമിത ക്ലെയിംസിനെ കുറിച്ചാണ്. അവർ പണ്ട് 5ാം മന്ത്രിസ്ഥാനമൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം. അപ്പോൾ തന്നെ ലീഗ് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്ലെയിമും നടത്തില്ല, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും വേണ്ട, അങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കില്ല എന്നവർ പറഞ്ഞു. പക്ഷേ ഇന്നലെ കേൾക്കാൻ സാധിച്ചത് അവർ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു, അവർ പറയുകയും ചെയ്തു. പക്ഷേ ക്ലെയിമായിട്ടല്ല പറഞ്ഞത്, പക്ഷേ അർഹതയുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മുനവർ അലി ശിഹാബ് തങ്ങളാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ചാലിക്കുട്ടി, ഹീസ് എ ഫയർ ഫൈറ്റിംഗ് ജീനിയസ്, പെട്ടെന്ന് രംഗത്ത് വന്ന് അല്ല ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ, തങ്ങളത് ക്ലെയിം ഉന്നയിക്കുന്നില്ല. അത് കോൺഗ്രസ് നേതാക്കളും ഉടനടി. പക്ഷേ അങ്ങനൊരു 5ാം മന്ത്രി സ്ഥാനം അത് കേരളത്തിൻ്റെ ഒരു ചിന്ത തന്നെ മാറിപ്പോയത്. UDFന് മേൽ അക്ഷനിപാതം പോലെ എല്ലാം വന്ന് പതിച്ചത് മുസ്ലിം ലീഗ് കോൺഗ്രസിന് മേൽ ചെലുത്തിയ അനാവശ്യ സ്വാധീനമാണ്. തങ്ങൾ 5ാം മന്ത്രി വേണം, ഒരു 5ാം മന്ത്രി കൊടുക്കുന്നത് കൊണ്ട് കേരളം ഇടിച്ച് താഴെ വീഴത്തൊന്നുമില്ല. പക്ഷേ അത് ചോദിക്കുന്ന രീതി, കൊടുക്കുന്ന സമ്മർദ്ദം, അപ്പോൾ ചില വകുപ്പുകൾ, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ചില വകുപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ ഫീഫ്ഡമായി മാറുന്നു എന്നൊരു പൊതു സങ്കല്പം. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സങ്കല്പത്തെ ക്യാഷ് ചെയ്യാനാണ് ശ്രീ പിണറായി വിജയനും ഒക്കെ ശ്രമിച്ചത്. SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശിനെ ചേർത്ത് പിടിച്ചത് അങ്ങനെ CPMൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈഴവ ബേസ് ഉറപ്പിച്ച് നിർത്താനാണ്. പക്ഷേ അത് സാധിച്ചു എന്ന് കൃത്യമായി പറയാനാവില്ല. വോട്ട് എണ്ണിയെങ്കിൽ മാത്രമേ അതിലെന്തെങ്കിലും തിരിച്ചു വന്നു എന്നൊക്കെ CPM പറയുമ്പോഴും പൂർണ്ണമായി ഈഴവ വോട്ടുകൾ തിരിച്ചെത്തിയിട്ടില്ല. അതുപോലെ UDFൽ നിന്നും അകന്നു പോയ മുസ്ലിം വോട്ടുകൾ തിരിച്ചെത്തി എന്ന നിലയിലുള്ള സൂചനകളാണ് മലബാറിലെ വൻപൻ മാർജിൻ പോളിംഗിൽ വന്ന 2021-നും 2026-നും ഇടയ്ക്ക് പോളിംഗിൽ വന്ന വൻപൻ കുതിച്ചാട്ടം. അത് ഏറ്റവും പ്രകടമാകുന്നത് കോഴിക്കോട് ജില്ലയാണ്. ഇടതുപക്ഷത്തിന് കാര്യമായ സ്വാധീനമുള്ള, എന്നാൽ മുസ്ലിം ലീഗിനും സ്വാധീനമുള്ള കോഴിക്കോട് ബാറ്റിൽ ഗ്രൗണ്ട് നേരെ തിരിഞ്ഞു അല്ലേ. മലപ്പുറം ജില്ല ഒരു ബെഞ്ച് മാർക്ക് എടുക്കാനൊക്കെ ഇല്ല, അത് എക്കാലത്തും മുസ്ലിം ലീഗിന് തട്ടകമാണ്. പിന്നെ കാസർഗോഡ് ചെറിയ ജില്ലയാണ്, വയനാട് പോയിക്കോട്ടെ ചെറിയ ജില്ലയാണ്, കോഴിക്കോട് വലിയ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ അപ്പോഴും CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവിടെ CPIയുടെ കൂടെ ബലമുണ്ട്, അവിടെ LDF സംവിധാനം കുറച്ച് ശക്തമാണ്, UDF സംവിധാനത്തിന് വിള്ളലുകളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ മഹാഭൂരിപക്ഷം ജില്ലകളും മാറി ചിന്തിച്ചു എന്ന രീതിയിലാണ്. തിരുവനന്തപുരം, കൊല്ലം പോലും മാറി ചിന്തിച്ചു. പക്ഷേ LDFനെ പരാജയപ്പെടുത്താൻ തക്ക രീതിയിൽ മാറി ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് ജനകീയ MLA-മാരുള്ളതുകൊണ്ടാണ്. നിലവിലുള്ള MLA-മാരെ വീണ്ടും ഇറക്കിയ പരീക്ഷണം വിജയിക്കുന്നു. അത് പിണറായി വിജയൻ്റെ പോപ്പുലാരിറ്റി അല്ല, മറിച്ച് MLA-മാരുടെ ഒരു നല്ല ജനസമ്പർക്കം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അത് വളരെ പ്രകടമാണ്.
അതാണ് അപ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. അതായത് ഒരു ഒറ്റ ഫാക്ടർ അനുസരിച്ചല്ല ഈ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടൊരു വേവ് ലൈക്ക്, ഞാൻ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ട് എന്ന് UDF കരുതുന്നു. അല്ലെങ്കിൽ ഒരു എഡ്ജ്, റിമാർക്കബിൾ എഡ്ജ്, ഒരു ചെറിയ എഡ്ജല്ല, 71, 72, 73 അങ്ങനെയല്ല, 80 മുകളിൽ എന്ന് പറയുമ്പോൾ റിമാർക്കബിൾ എഡ്ജാണ്. 90 മുകളിൽ എന്ന് പറഞ്ഞാൽ അത് വേവാണ്. 100 മുകളിൽ സുനാമി എന്ന് പറയേണ്ടി വരും. സുനാമി ലക്ഷണമൊന്നും കാണാനില്ല ഉപരിതലത്തിൽ. ഒരു സുനാമിയും ഉപരിതലത്തിൽ കാണില്ലല്ലോ, അണ്ടർലൈയിങ് സ്പിരിറ്റ് അല്ലേ. പക്ഷേ ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ട് എന്ന് വലിയൊരു നമ്പർ കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു. ആ വേവ് തുടങ്ങിയിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ നിന്നാണ്, തൂത്തുവാരി പോരുകയാണ്. മധ്യ കേരളത്തിൽ ആ വേവ് ചെറുതായി കുറഞ്ഞു വരുന്നു. തെക്കൻ കേരളത്തിൽ എത്തുമ്പോൾ ആ വേവ് ഫിസിൽ ഔട്ട് ചെയ്യുന്നതും നമ്മൾ കാണുന്നു. അപ്പോൾ ആ ഫിസിൽ ഔട്ട് ഇഫക്റ്റിൽ LDFന് കോട്ടകൾ നിലനിർത്താൻ കഴിയുമോ എന്നത് മാത്രമാണ് ചോദ്യം. അതുകൊണ്ട് ദർ ഈസ് അഡ്വാൻറ്റേജ് UDF എന്ന് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാം. അപ്പോൾ ചിലർ പറയും നാളെയും കാണാം. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, അപ്പം തന്നെ ഓരോ മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങളെല്ലാം നമ്മളിന്ന് പരിശോധിച്ചു, വിശകലനം ചെയ്തു. UDFന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നൊരു കാര്യം. ഒപ്പം തന്നെ LDFൻ്റെ MLAമാർ തീർത്തും പരാജയമായിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ മോഹൻ വർഗീസ് വയ്ക്കുകയാണ് ഇവിടെ. ഒപ്പം തന്നെ ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഭാവിയിൽ വരാൻ പോകുന്ന ക്ലെയിം പെരുമഴയുടെ ഒരു തുടക്കമാണോ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും ഇരുന്നിട്ട് മതി കാല് നീട്ടുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യവും. കാത്തിരുന്ന് കാണാം. അടുത്ത മാസം 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അതുവരെ നമുക്ക് കാത്തിരുന്നേ മതിയാവും. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.